ദെൻ നമ്മളോട് പറയുന്നത് ഗീവ് എ ഗ്രൂപ്പ് പാസ്വേഡ്. ഗ്രൂപ്പിന് നമുക്ക് പാസ്വേഡൊക്കെ കൊടുക്കാം. അതിന് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് sudo gr ഗ്രൂപ്പ് പാസ്വേഡ് gpasswd. ദെൻ ഏത് ഗ്രൂപ്പിനാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റുഡൻസ്. നമുക്ക് വേണമെങ്കിൽ ഒരു പാസ്വേഡ് കൊടുക്കാം, സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പിന് പാസ്വേഡ് ഒരു യൂസർ ഒരു ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ, സാധാരണ അഡ്മിനിസ്ട്രേറ്ററാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്ന കാര്യം ചെയ്തത്. അതിന് പകരം വേണമെങ്കിൽ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൻ്റെ പാസ്വേഡ് അറിയാവുന്ന ഒരു യൂസറാണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. ദെൻ യൂസറിൻ്റെ ഗ്രൂപ്പിൻ്റെ അതായത് മനോ എന്നുള്ളത് സ്റ്റുഡൻസ് ഗ്രൂപ്പിൻ്റെ മെമ്പറാണ്. നമുക്ക് ആ ഗ്രൂപ്പിലെ അഡ്മിനിസ്ട്രേറ്റർ ആക്കണമെങ്കിൽ sudo gpassword -A മനോ എന്നുള്ള യൂസറിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആക്കുന്നത്. ഏത് ഗ്രൂപ്പിൻ്റെ? സ്റ്റുഡൻസ് ഗ്രൂപ്പിൻ്റെ. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ടു ഗ്രൂപ്പ് പാസ്വേഡ് ടു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ആൻഡ് മേക്ക് മനോ ആസ് അഡ്മിൻ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി മനോനെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് ഗ്രൂപ്പ് പാസ്വേഡ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് മനോനെ ഗ്രൂപ്പിൻ്റെ അഡ്മിനാക്കി. ഇനി ക്രിയേറ്റ് എ യൂസർ ജോൺ. അതിനുശേഷം അയാളെ CT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്യണം യൂസിങ് passwd കമാൻഡ്. അപ്പോൾ നമ്മൾ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. sudo -m കൂടുതൽ ഡീറ്റെയിൽ ഒന്നും കൊടുക്കണില്ല, ജോൺ എന്ന് പറഞ്ഞൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തു. sudo user add നമുക്ക് ഹോം ഡയറക്ടറി ക്രിയേറ്റ് ആവണം. ജോൺ എന്ന് പറഞ്ഞ യൂസറെ ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ sudo യൂസർ മോഡ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ gpassword ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു യൂസറിനെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് sudo gpasswd. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നത് സാധാരണ യൂസർ ആയതുകൊണ്ട് add-a. നേരത്തെ ഉപയോഗിച്ചത് അഡ്മിനിസ്ട്രേറ്റർ ആഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ആണ്. ദെൻ john ടു ഏത് യൂസറിലേക്കാണ്? CT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CT ഡിപ്പാർട്ട്മെൻറ്റ് പാസ്വേഡ് വേണമെങ്കിൽ കൊടുക്കാം. ആദ്യം ഒരു പാസ്വേഡ് കൊടുത്തതിന് ശേഷം പാസ്വേഡ് CTDEPT പാസ്വേഡ് ആദ്യം ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് gpassword -A ഏത് യൂസറിനെയാണ് ആഡ് ചെയ്യുന്നത്? ജോൺ എന്ന് പറഞ്ഞ യൂസറിനെ ആഡ് ചെയ്യണം ടു CTDEPT. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ജോൺ എന്നുള്ള യൂസറായിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ജോണിന് പാസ്വേഡ് കൊടുത്ത് നോക്കാം. sudo ഓക്കെ, ഇനി നമുക്ക് ജോൺ എന്നുള്ള യൂസറായിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ജോൺ എന്നുള്ള യൂസർ ഏതൊക്കെ ഗ്രൂപ്പിലേക്ക് ഉണ്ട്? അതായത് ഇവിടെ ജോൺ എന്നുള്ള ഗ്രൂപ്പ് യൂസർ ഓൾറെഡി ഒരു പ്രൈമറി ഗ്രൂപ്പിൽ മെമ്പറാണ് ജോൺ. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ കമാൻഡ് ഉപയോഗിച്ചിട്ട് ജോണിനെ CT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. -G വെച്ചിട്ട് ചെയ്യുമ്പോൾ, സ്മോൾ ലെറ്റർ G വെച്ച് ചെയ്യുമ്പോൾ അതൊരു പ്രൈമറി ഗ്രൂപ്പാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇതൊരു സെക്കൻഡറി ഗ്രൂപ്പിലും കൂടി മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സ്മിത്തായിട്ട് ലോഗിൻ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഒരു യൂസറെ ലോഗിൻ ചെയ്തിട്ട് ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ക്രിയേറ്റ് എ യൂസർ സ്മിത്ത് ആൻഡ് ലോഗിൻ എ സ്മിത്ത്. ദെൻ ആ ഗ്രൂപ്പിലേക്ക് ആ മെമ്പറിനെ ആഡ് ചെയ്യണം. മെമ്പർഷിപ്പ് ആ ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് യൂസർ തന്നെ എടുക്കണം. അതെങ്ങനെയാണ് നോക്കൂ. sudo add user, ഞാൻ പറഞ്ഞു സ്മിത്ത് എന്നുള്ള പേരിൽ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യണം. യൂസർ ആഡ്
യൂസർ ആഡ് -m സ്മിത്ത്, ദെൻ പാസ്വേഡ് കൊടുക്കാം, sudo passwd, സ്മിത്തിന് ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇനി സ്മിത്തായിട്ട് ലോഗിൻ ചെയ്യാം. su സ്മിത്ത്. ഓക്കെ, പാസ്വേഡ് കൊടുക്കുക. ദെൻ നമ്മളേത് ഗ്രൂപ്പ്സിൽ മെമ്പറാണെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സ്മിത്ത് എന്നുള്ള ഗ്രൂപ്പിൻ്റെ മെമ്പറാണ് ഓൾറെഡി. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു കമാൻഡാണ് ന്യൂ ഗ്രൂപ്പ്. ഓക്കെ, ന്യൂ ഗ്രൂപ്പ് ഹൈഫൺ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ആവാനുള്ള പാസ്വേഡ് അത് നമ്മൾ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇനിയിപ്പോൾ നോക്കൂ, കണ്ടോ സ്മിത്ത് എന്നുള്ള ഗ്രൂപ്പ് യൂസർ, സ്മിത്ത് എന്നുള്ള യൂസർ ഓൾറെഡി സ്മിത്ത് എന്നുള്ള ഗ്രൂപ്പിലെ മെമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജി പാസ്വേഡിൻ്റെ യൂസ് വരുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മൾ ജി പാസ്വേഡിൽ സെറ്റ് ചെയ്ത് വെച്ചുള്ള പാസ്വേഡ് ഒരു യൂസർ തനിയെ ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ പാസ്വേഡ് കൊടുത്തിട്ട് അയാൾക്ക് മെമ്പർഷിപ്പ് എടുക്കും. ലോഗിന് ദെൻ സ്മിത്ത് ആൻഡ് ജോൺ ആൻഡ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് യൂസിങ് ന്യൂ ഗ്രൂപ്പ് കമാൻഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തത് കണ്ടു. എങ്ങനെയാണ് ഇനി യൂസർ ഡിലീറ്റ് ചെയ്യുക, ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ സാധാരണ യൂസറിലേക്ക് മടങ്ങി പോകണം. അതിനുശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സിനൊക്കെ അതുപോലെ ഗ്രൂപ്പും നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കമാൻഡ് sudo യൂസർ ഡെൽ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ യൂസർ ജോയിലാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത് ജോയിൽ കഴിഞ്ഞിട്ട് മനു. ദെൻ നമുക്ക് അടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ളത് ജോൺ. ദെൻ അടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ളത് സ്മിത്ത്. ഇത്ര യൂസറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ജോൺ, ജോയില്, ജോണ്, മനു, സ്മിത്ത്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് കൂടി ഡിലീറ്റ് ചെയ്ത് കളയാം. ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ഡെൽ ദെൻ -m f. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേരിലുള്ള യൂസറുടെ പേരിലെല്ലാം ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും. മനോജ് എന്ന് പറഞ്ഞ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, മനോ എന്ന് പറഞ്ഞ പേരിലില്ല. ജോൺ എന്ന് പറഞ്ഞ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ദെൻ ജോൺ എന്ന് പറഞ്ഞ പേരിലുണ്ടായിട്ടില്ല. സ്മിത്ത് എന്ന് പറഞ്ഞ പേരിലും ഇല്ല. ദെൻ ctdept ദെൻ സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയാണ് ഒരു യൂസറിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ ആക്കുക, അല്ലെങ്കിൽ സുഡോ പ്രിവിലേജ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുഡോ യൂസർ ആഡ് admin2 എന്ന് പറഞ്ഞ പേരിൽ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, -m കൊടുത്തു. ഞാൻ സുഡോ admin2 passwd admin1. ഓക്കെ, സോറി, passwd admin. ഓക്കെ, admin2 എന്നുള്ള പേരിലാണ് യൂസറെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ,
ഓക്കെ, നമുക്ക് അതിന് പ്രിവിലേജ് കൊടുക്കാനായിട്ട് സുഡോ യൂസർ മോഡ് -g സുഡോ യൂസർ ഗ്രൂപ്പിലേക്ക് ആയിരുന്നു അഡ്മിൻ 2 എന്ന്. ഇങ്ങനെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു അഡ്മിൻ എന്നുള്ള യൂസറായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ സുഡോ പ്രിവിലേജ് ഉള്ള കമാൻഡുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് സുഡോ എന്നുള്ള കമാൻഡ് എന്ത് ചെയ്യാം, കൊടുത്താൽ വർക്കാവും. ഓക്കെ, മറ്റേതാകുമ്പോൾ സുഡോ അല്ലാത്ത യൂസർക്ക് സുഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സുഡോയിലെ യൂസർ അല്ല എന്ന് പറഞ്ഞിട്ട് എറർ വരും. കണ്ടോ, സുഡോ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആരായിട്ടാണ്, അഡ്മിൻ 2 ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ അഡ്മിൻ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ യൂസർ മാനേജ്മെൻറ്റിൻ്റെ കമാൻഡ്സ് ഒന്നും കൂടി റിഫ്രഷ് ചെയ്യുക. അതുപോലെ ഡോക്യുമെൻ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഓപ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് പഠിക്കാനായിട്ട്.